ടയർ 1 ടയർ 2 എന്ന് പറഞ്ഞ് ഫാൻസുകാർ ഫാൻ ഫൈറ്റ് ഉണ്ടാക്കുന്ന സമയത്താണ് ഈ 2026 പൊങ്കലിൽ ഒരു ടയറിൽ പോലും ഇല്ലാത്ത ഒരാൾ വന്ന് പൊങ്കൽ ക്ലാഷ് തൂക്കിക്കൊണ്ട് പോകുന്നത്. വേറെ ആരുമല്ല, ജീവ. ഒരു ടൈമിൽ കേരളത്തിലും തമിഴ്നാട്ടിലും നല്ല ഫാൻസ് ഉണ്ടായിരുന്ന ഒരു ആക്ടറായിരുന്നു ജീവ എന്ന് പറയുന്നത്. 90s കിഡ്സിനെ സംബന്ധിച്ചോളം ജീവ എന്നൊരു ആക്ടർ ഭയങ്കര ഫെമിലിയറാണ്. കാരണം പണ്ട് നമ്മൾ സൺ മ്യൂസിക്, ഇസൈഡി പോലുള്ള ചാനലുകളിൽ ഈ തമിഴ് സോങ്സ് കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേന് അത്യാവശ്യം സൂര്യ വിജയ് സോങ്സ് കഴിഞ്ഞാൽ അത്യാവശ്യം പോപ്പുലർ ആയിട്ടുള്ള ഹിറ്റ് സോങ്സ് ഒത്തിരി ഉണ്ടായിരുന്ന ഒരു ആക്ടറാണ് ജീവ. പുള്ളി എന്താ പറയുന്നത്, എല്ലാവർക്കും കൂടെ റെക്കഗ്നൈസ് ചെയ്യുന്നത് തന്നെ മറ്റേ ഡേലാമോ സോങ് ഹിറ്റായി അങ്ങനെ ഒരു സോങ്ങിലൂടെയാണ് പുള്ളി ഒരു കുറച്ച് എല്ലാവർക്കും ഒരു ഫെമിലിയർ ആകുന്നത് തന്നെ. പിന്നെ SMS ശിവ മനസ്സുകൾ ശക്തി, അതിൻ്റെ അകത്തെ സോങ്സ് എല്ലാം ഹിറ്റായിരുന്നു. പിന്നെ കോയ്ക്കകത്തെ സോങ്സിൻ്റെ കാര്യം പറയുകയും വേണ്ട. ഒരു ടൈമിൽ എന്താ പറയുന്നത്, സ്കൂള് കോളേജ് മൊത്തം അതുണ്ടാക്കിയ ഒരു വൺ സെൻസേഷൻ ആയിരുന്നു കോയിലെ സോങ്സ് മൊത്തം. പിന്നെ കച്ചേരി ആരംഭം, അതിൻ്റെ കാര്യം പറയണ്ടല്ലോ. വാടാ പയ്യൊക്കെ അന്ന് എന്താ പറയുന്നത്, കോളേജിലെ ടൂറുകളും സ്കൂളിലെ ആനിവേഴ്സറിക്കും ഫംഗ്ഷനിലും എവിടെ പോയാലും ഈ സോങ്സുകൾ ഒരു ട്രെൻഡായി നിന്ന സമയമാണ്. ആ ടൈമൊക്കെ ജീവയുടെ ഒരു പീക്ക് ടൈമാണ്. പക്ഷേ പുള്ളിയുടെ കരിയർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പുള്ളിയുടെ ഒരു കരിയർ ഗ്രാഫ് എന്ന് പറയുന്നത് ECG പോലെയാണ്. കാരണം ഒരു ഹിറ്റ് തരും, പുള്ളി തിരിച്ചു വന്നു എന്ന് വിചാരിക്കും. പക്ഷേ പിന്നെ ഒരു ഹിറ്റ് കിട്ടണമെങ്കിൽ ചിലപ്പം 4, 5, 6 വർഷങ്ങളൊക്കെ എടുക്കും. പ്രൊഡ്യൂസറുടെ മോനാണ്, ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിട്ട് സിനിമ വന്നതാണ്, ഒരു നെപ്പോക്കിട്ടാണ്. പക്ഷേ പുള്ളിക്കൊരു സ്റ്റെബിലിറ്റി ഇല്ലാതെ ഇതുവരെ സ്റ്റെബിലിറ്റി ഉണ്ടാക്കാനായിട്ട് പുള്ളിയുടെ കരിയറിൽ പുള്ളിക്ക് പറ്റിയിട്ടില്ല. കാരണം ഒരു ഹിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഹിറ്റ് കിട്ടി, ഇനി ചിലപ്പോൾ ഒരു അടുത്ത ഹിറ്റ് കിട്ടണമെങ്കിൽ പുള്ളിക്ക് 2030 ചിലപ്പോൾ ആവേണ്ടി വരും. അത്രയും ഗ്യാപ്പൊക്കെ വരും. ഇതിൻ്റെ ഇടയ്ക്ക് 1, 2 പടമൊക്കെ ഇറങ്ങിപ്പോകും. പുള്ളി ഇപ്പം അത്രയ്ക്ക് റീച്ച് ഇല്ലാത്തതുകൊണ്ട് ഇറങ്ങി പൊട്ടുന്നതൊന്നും ആരും അറിയുന്നുമില്ല. എനിക്ക് പേഴ്സണലായിട്ടുള്ള കുറച്ച് പുള്ളിയുടെ ഫേവറേറ്റ് പടങ്ങളുണ്ട്. നമുക്ക് അതിനെക്കുറിച്ച് നോക്കാം. പുള്ളിയുടെ ഒരു കരിയർ ഗ്രാഫ് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ പുള്ളിയുടെ ഒരു അതേ സോങ് ആണ് ആ സിനിമയെ കുറച്ച് റീച്ച് ആക്കിയത്. പക്ഷേ അത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കൊമേഴ്ഷ്യൽ വാല്യുള്ള ഒരു നല്ലൊരു സിനിമയാണ് ഡിഷു. പക്ഷേ തന്നെ പുള്ളി മലയാളത്തിൽ ലാലേട്ടൻ്റെ കൂടെ കീർത്തിയേക്കരക്കകത്ത് വന്നു. കീർത്തിയേക്കരക്കകത്ത് വന്ന് അത്യാവശ്യം നല്ലൊരു ക്യാരക്ടറായിരുന്നു പുള്ളിക്ക് കിട്ടിയത്. പുള്ളിക്ക് കേരളത്തിലാണെങ്കിലും എന്താ പറയുന്നത് നല്ലൊരു റെക്കഗ്നൈസ് ഉണ്ട്. അതിനകത്ത് മറ്റേ പൂഞ്ചോലെ കിളി എന്നുള്ള സോങ്സ് പുള്ളിയാണ് ആ സോങ് ഫുള്ളായിട്ടുള്ളത്. ആ സോങ് ഹിറ്റായിരുന്നു. പുള്ളിയുടെ ക്യാരക്ടറും അത്യാവശ്യം എല്ലാം ഇവിടെ സെലിബ്രേറ്റ് ചെയ്തപ്പെട്ട ഒരു ക്യാരക്ടറായിരുന്നു. ഇത് തമിഴിൽ തന്നെ വേറൊരു ജീവ വേർഷൻ തന്നെ ഈ സിനിമയ്ക്കുണ്ട്. അതിൻ്റെ അകത്ത് ജീവ ഹീറോയും ലാലേട്ട് സൈഡ് വരുന്ന ഒരു രീതിയിലാണ് എടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് കുറച്ചൊരു മിഡ് പടങ്ങളും കുറച്ച് ഫ്ലോപ്പുകളും എല്ലാം കഴിഞ്ഞ് പിന്നെ പുള്ളിക്കൊരു ബ്രേക്ക് ത്രൂ കിട്ടിയത് SMS ശിവ മനസ്സുകൾ ശക്തി. ഇന്നും തമിഴ്നാട്ടിൽ ഈ സിനിമ ട്രെൻഡാണ്. ഈ സിനിമ ട്രെൻഡെന്ന് വെച്ച് കഴിഞ്ഞാൽ വൺ റിപ്പീറ്റ് വാല്യൂ ഉള്ള സിനിമകൾ അവിടെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ സിനിമ അതിൻ്റെ അകത്ത് ആരെങ്കിലും ഒരാൾ പറയും. അത്രയും ട്രെൻഡാണ്. എനിക്കും പേഴ്സണലി ഭയങ്കര ഫേവറേറ്റ് പടമാണ്. അതിൻ്റെ അകത്ത് ജീവ സന്താനം കോംബോ, ഇതിൻ്റെ അകത്തെ സോങ്സ് എന്താ പറയുന്നത്, എപ്പോഴും നമുക്ക് ആ സിനിമ കാണുമ്പോൾ ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയാണെങ്കിലും നമുക്കൊരു റിഫ്രഷിങ് ഫീൽ തരുന്നൊരു സിനിമയാണ് ശിവ മനസ്സുകൾ ശക്തി. ഇങ്ങനെ ട്രെൻഡായി നിൽക്കുന്നു. പിന്നെ വരുന്നതാണ് കച്ചേരി ആരംഭം. കച്ചേരി ആരംഭത്തിന് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കൊല ഹൈപ്പ് സാധനമായിരുന്നു അന്നത്തെ സമയത്ത്. കാരണം അതിൻ്റെ അകത്തെ സോങ്സ് എല്ലാം ഹിറ്റ്. ആ സിനിമയ്ക്കകത്ത് എല്ലാ സോങ്സും ഹിറ്റായിരുന്നു. അതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് വാടാ പയ്യൻ്റെ കാര്യമൊന്നും എടുത്ത് പറയേ വേണ്ട, അജാതി ഹിറ്റ് ടൈമായിരുന്നു. പക്ഷേ പടം ഒരു മിഡ് ലെവലിലായി പോയി. ശങ്കര ഭാസ്കറിൻ്റെ അകത്ത് പുള്ളി ഒരു ഗസ്റ്റ് റോൾ ചെയ്തു. പിന്നെ പുള്ളിയുടെ കരിയറിൽ ഒത്തിരി ഗസ്റ്റ് റോളുണ്ട്. പുള്ളിയുടെ കരിയറിൽ അത്യാവശ്യം പുള്ളി പ്രൊഡ്യൂസ് ചെയ്ത സിനിമയ്ക്കകത്താണെങ്കിലും എല്ലാം പുള്ളി ഒരു ചെറിയ ഗസ്റ്റ് റോളൊക്കെ അഭിനയിക്കുന്ന ഒരു ആക്ടറാണ് ജീവ. അത് കഴിഞ്ഞ് പുള്ളിക്ക് കിട്ടിയ ഒരു ബ്രേക്ക് ത്രൂ ആണ് കോ ഈ പറഞ്ഞ പോലെയാണ്. കോ കഴിഞ്ഞപ്പോഴത്തേന് അതുപോലെ അവിടെ ഹിറ്റായിരുന്നു. അതിൻ്റെ അകത്തെ സോങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ ഹിറ്റ്. എന്താ പറയുന്നത്, ജീവ തിരിച്ചു വരാൻ പോകുന്നു, അവിടുത്തെ ഒരു ടോപ്പ് സ്റ്റാറായിട്ട് ജീവ തിരിച്ചു വരാൻ പോകുന്നു എന്ന് തോന്നിച്ചൊരു പടമാണ് കോ. പക്ഷേ അത് കഴിഞ്ഞും പുള്ളി ഈ പറഞ്ഞ പോലെ തന്നെ കരിയർ ഗ്രാഫ് നേരെ മണ്ടേ ചെല്ലുന്നു. പിന്നെ ഒരൊറ്റ പോക്കാണ് താഴോട്ട്. കോ കഴിഞ്ഞ തൊട്ടടുത്ത പടമാണ് രൗദ്രം എന്ന് പറഞ്ഞത്. അത് പേഴ്സണലി എനിക്ക് ഭയങ്കര ഫേവറേറ്റ് പടമാണ്. കാരണം ജീവ അത്യാവശ്യം നല്ല രീതിയിലൊരു എന്താ പറയുന്നത്, ഒരു മാസ് ഹീറോ ആയിട്ട് കാണിച്ചൊരു പടമാണ്. പക്ഷേ ഇതിൻ്റെ ഇതിൻ്റെ അകത്തെ ക്ലൈമാക്സിൽ നായിക മരിക്കുന്നതാണ് ഇതിൻ്റെ അവസാനം. പക്ഷേ അന്നത് തമിഴ് ഓഡിയൻസ് അക്സെപ്റ്റ് ചെയ്തിട്ടില്ലായിരുന്നു. അത് കഴിഞ്ഞത് റീഷൂട്ട് ചെയ്ത് ക്ലൈമാക്സ് ഒക്കെ വന്നൊരു പടമാണിത്. ഇതിൻ്റെ ഒറിജിനൽ വേർഷൻ ഇപ്പോൾ യൂട്യൂബിൽ കിടപ്പുണ്ട്. ഒറിജിനൽ ക്ലൈമാക്സ് ഉള്ള സാധനം ഇപ്പോൾ യൂട്യൂബിൽ തന്നെ ഇത് അവൈലബിൾ ആണ് ഈ സിനിമയുടെ. പിന്നെ അത് കഴിഞ്ഞ് അടുത്ത പടം പൊട്ടിക്കുന്നു. പിന്നെ ഒരു പുള്ളിയുടെ ഒരു സക്സസ് എന്ന് പറയുന്നത് നൻപനാണ്. നൻപൻ്റെ അകത്ത് 3 ഹീറോസിൽ ഒരാളായിട്ടാണ്. അതിനെക്കുറിച്ച് പിന്നെ പറയേണ്ട കാര്യമില്ല. അത് അത്യാവശ്യം ജീവ എന്താ പറയുന്നത് നീറ്റ് ആൻഡ് ക്ലീൻ. പുള്ളിക്ക് ആ ക്യാരക്ടർ പുള്ളിയുടെ കൈ സേഫ് ആയിരുന്നു. അന്ന് മുഖംമൂടി, ഈ രൗദ്രത്തിൻ്റെ കാര്യം പറഞ്ഞ പോലെയാണ് പലരുടെ ഫേവറേറ്റ് ലിസ്റ്റിലുള്ളതാണ് മുഖംമൂടി. അതിനുവേണ്ടി പുള്ളി അത്യാവശ്യം നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്തു. മാർഷൽ ആർട്സ് പഠിക്കുന്നു, ഫൈറ്റ്, അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും പുള്ളി നല്ലൊരു ഹാർഡ് വർക്ക് ചെയ്തൊരു പടമാണ്. പക്ഷേ ആസ് യൂഷ്വൽ അതും ഇതില്ലായിരുന്നു. മിഷ്കിൻ്റെ ഡയറക്ഷനിൽ വന്ന ആ പടവും വലിയതൊന്നും ഇല്ലായിരുന്നു. അതിൻ്റെ അത്യാവശ്യം സോങ്സ് എല്ലാം അത്യാവശ്യം നല്ല ഹിറ്റായിരുന്നു. ഈ സൺ മ്യൂസിക്കൊക്കെ തുറന്നു കഴിഞ്ഞാൽ മിക്കപ്പോഴും ഒരു ദിവസത്തിൽ 4 പ്രാവശ്യം ഇതിൻ്റെ അകത്തെ സോങ്സൊക്കെ നമ്മൾ കാണുമായിരുന്നു. പിന്നെ തൊട്ടടുത്ത് വന്നതാണ് GVMൻ്റെ കൂടെ നീതാനെ എൻ പൊൻവസന്തം. ഇതും തിയേറ്ററിക്കലി ഒരു ഫ്ലോപ്പാണ്. പക്ഷേ ഒരു പുള്ളിയുടെ ഒരു സിനിമ എടുത്ത് നോക്കുകയാണെങ്കിൽ എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആണ് നീതാനെ എൻ പൊൻവസന്തം. അതും അത്യാവശ്യം നല്ല പെർഫോമൻസ് ആയിരുന്നു. പക്ഷേ എന്താ പറയുന്നത്, അത് തിയേറ്ററിൽ അത്രയ്ക്ക് സക്സസ് ആയില്ല. പിന്നെ നമ്മുടെ ചിയാൻ്റെ കൂടെ ഡേവിഡിൻ്റെ അകത്ത് റോൾ. അത് കഴിഞ്ഞ് ഒരു 5-6 പടക്കം ഇങ്ങനെ നിരത്തി അങ്ങ് പൊട്ടിച്ച് കഴിഞ്ഞ് പുള്ളിക്ക് കലകലപ്പ് 2ൻ്റെ അകത്ത് അത്യാവശ്യം ഒരു ബ്രേക്ക് ത്രൂ കിട്ടി. അതും പുള്ളി ഒരു മെയിൻ ഹീറോ എന്ന് പറയാൻ പറ്റത്തില്ല. അതിൻ്റെ അകത്ത് ശിവയുണ്ടായിരുന്നു, ജയ് ഉണ്ടായിരുന്നു, ജീവയുണ്ടായിരുന്നു. അത് സുന്ദർ സിയുടെ ഒരു എന്താ പറയുക മാസ്റ്റർ പീസായ നോ ലോജിക് പടങ്ങളിലെ
ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വാച്ചബിൾ സാധനമായിരുന്നു കലകലപ്പറ്റുവിൻ്റെ അകത്ത്. അത് കഴിഞ്ഞ് പുള്ളിയുടെ കരിയറിൽ ഒരു 5 പടം പുള്ളി ചെയ്തു. അതിൻ്റെ അകത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ തമിഴ്നാട്ടിലുള്ളവർ പോലും മിക്ക പടങ്ങളും കണ്ടിട്ടില്ലായിരിക്കും. അത് കഴിഞ്ഞ് പുള്ളിയുടെ അത്യാവശ്യം നല്ലൊരു ഡീസൻറ്റ് പെർഫോമൻസ് ഉള്ളൊരു സിനിമയാണ് 83. 83 ജീവ എന്താ പറയുന്നത്, പുള്ളിക്ക് കിട്ടിയ റോള് പുള്ളി പക്കായിട്ട് ചെയ്ത സിനിമയാണ് 83. യൂഷ്വൽ. അത് കഴിഞ്ഞും ഒരു 4-5 എണ്ണം അടുപ്പിച്ച് പടം ഇറങ്ങി. പക്ഷേ അതിപ്പോൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിക്ക ആളും കണ്ടിട്ടില്ലാത്തതായിരിക്കും. പക്ഷേ അത് കഴിഞ്ഞ് പുള്ളിക്കൊരു നല്ലൊരു സിനിമ കിട്ടിയിരുന്നു. 2024 ഇറങ്ങിയ ബ്ലാക്ക് എന്ന് പറഞ്ഞ പടം. തിയേറ്ററിൽ കണ്ടു നോക്കുക. ഒരു ടൈം ലൂപ്പ് സെറ്റപ്പാണ്. അത്യാവശ്യം നല്ലൊരു പടമാണ്. അത്യാവശ്യം നല്ല പെർഫോമൻസും എന്താ പറയുക, നമ്മൾ പിടിച്ചിരുത്തുന്ന ഒരു ടൈപ്പ് ഒരു പടമാണത്. ബ്ലാക്കിന് ശേഷം പുള്ളി പോലും ഇത്ര ഈ സിനിമ ഹിറ്റാകുമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരിക്കില്ല. ഇപ്പോൾ പുള്ളിയുടെ TTT എന്ന് പറയുന്ന സക്സസ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുന്നത്, എല്ലാവരും ഞെട്ടിപ്പോയൊരു സാധനമാണ്. കാരണം പുള്ളി വന്ന് മറ്റേ ശിവകാർത്തികേയനും കാർത്തിയൊക്കെ അടിച്ച് തൂക്കിയിട്ട് പൊങ്കൽ തൂക്കുമെന്ന് ആരും പ്രതീക്ഷിച്ചിട്ടില്ല. ഇൻ കേസ് ജിയോ പോലും ഇത് പ്രതീക്ഷിച്ചിട്ടില്ലായിരിക്കും. പിന്നെ അത് കഴിഞ്ഞ് അടുത്ത വരുന്നതും ജോളിയായിരുന്നു ഒരുത്തൻ എന്ന് പറഞ്ഞാൽ, അതായത് നമ്മുടെ ശിവ മനസ്സുക്കുൾ ശക്തിയുടെ ഡയറക്ടറുടെ പടമാണ്. അതും എന്താ പറയുന്നത്, യുവൻ്റെ മ്യൂസിക് തന്നെയാണ്. ആ ഒരു ഹിറ്റ് കോംബോ അവർ ഒന്നുകൂടെ റീക്രിയേറ്റ് ചെയ്യാൻ നോക്കുന്നു. പുള്ളി തിരിച്ചു വരട്ടെ. അത്യാവശ്യം ഹേറ്റേഴ്സ് ഒന്നും ഇല്ലാത്തൊരു ആക്ടറാണ്. എനിക്ക് എല്ലാവർക്കും അത്യാവശ്യം ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ആക്ടറാണ് പുള്ളി. തിരിച്ചു വരട്ടെ, നല്ല സിനിമകൾ തരട്ടെ. അപ്പം നമുക്ക് വേറൊരു വീഡിയോ കൊണ്ട് കാണാം. അപ്പോൾ ഓക്കെ, ബൈ.